നമസ്തേ, ഞാൻ സുബീഷ്. പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ വിവിധ മേഖലകളിൽ നിന്നും വിസ മാറ്റത്തിന് അനുമതി. വിജ്ഞാപനം പുറപ്പെടുവിച്ച മാനവ വിഭവശേഷി സമിതി. താമസരേഖ മാറ്റുന്നതിനുള്ള അനുമതി നിബന്ധന കൂടാതെ. കിഫ്ബി സിഇഒക്ക് ഇഡിയുടെ നോട്ടീസ്. മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നിർദ്ദേശം. നടപടി അനുമതിയില്ലാതെ വിദേശ പണം സ്വീകരിച്ചതിൽ. ഇഡിക്കെതിരെ പരാതിയുമായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ. ഇഡിയെ കേന്ദ്ര ധനമന്ത്രി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് തോമസ് ഐസക്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും. ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായില്ല. നാളെ വീണ്ടും ചർച്ച. വയനാട്ടിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നു. KPCC സെക്രട്ടറി MS വിശ്വനാഥൻ രാജിവെച്ചു. പാലക്കാട് AV ഗോപിനാഥിനെ അനുനയിപ്പിക്കാൻ നീക്കം. LDFിൽ കീറാമുട്ടിയായി ചങ്ങനാശ്ശേരി. സിറ്റിംഗ് സീറ്റ് വിട്ടുനൽകില്ലെന്ന് ജോസ് കെ മാണി. കാഞ്ഞിരപ്പള്ളിക്ക് പകരം ചങ്ങനാശ്ശേരി തന്നെ വേണമെന്ന് CPI. തിരുവനന്തപുരത്തും കോട്ടയത്തും തൃശൂരിലും CPM സാധ്യതാ പട്ടികയായി. വയനാട്ടിൽ EA ശങ്കരൻ CPM വിട്ടു. രാജി മനം മടുത്തെന്ന് ശങ്കരൻ. NDAയിൽ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി BJP. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് PK കൃഷ്ണദാസ്. മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് സമിതി. വിജയയാത്രയെ നെഞ്ചോട് ചേർത്ത ആലപ്പുഴ. തുറവൂരിലും ആലപ്പുഴയിലും ഗംഭീര സ്വീകരണം. CPM കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് നിരവധി പേർ BJPയിലേക്ക്. അഴിമതി നിറഞ്ഞ ഇടതുഭരണത്തിന് ബദൽ BJP മാത്രമെന്ന് K സുരേന്ദ്രൻ. വയലാറിൽ കൊല്ലപ്പെട്ട നന്ദുവിന്റെ കുടുംബത്തിന് ആശ്വാസം പകർന്ന സുരേന്ദ്രനും തേജസ്വി സൂര്യയും. തമിഴ്നാട്ടിൽ VK ശശികല രാഷ്ട്രീയം വിട്ടു. അധികാരമോ പാർട്ടി പദവിയോ ആഗ്രഹിക്കുന്നില്ലെന്ന ശശികല. DMK പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിൽക്കണം. ജയലളിതയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണമെന്നും ആഹ്വാനം. വാർത്തകളിലേക്ക് വിശദമായി. കുവൈറ്റിൽ വിവിധ മേഖലകളിൽ നിന്നും വിസ മാറ്റത്തിന് അനുമതി നൽകി. മാനവ വിഭവശേഷി സമിതിയാണ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. വ്യവസായം, കാർഷികം, ജമിയ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇടയന്മാർക്കും മറ്റു മേഖലകളിലേക്ക് ഇനി വിസ മാറ്റം. ഈ മേഖലകളിലെ തൊഴിലാളികൾക്ക് വിസ മാറ്റത്തിന് മറ്റു നിബന്ധനകൾ കൂടാതെയാണ് താമസരേഖ മാറ്റുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. കുവൈറ്റിൽ കൊറോണ ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. കോഴിക്കോട് മാത്തോട്ടം സ്വദേശി അബ്ദുൽ കരീമാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. അൽറാസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ ഗിഫ്റ്റ് ഹൗസ് കൊച്ചിൻ ബിസിനസ് ഗ്രൂപ്പ് ഉടമയാണ് അബ്ദുൽ കരീം. മൃതദേഹം കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് കുവൈറ്റിൽ തന്നെ സംസ്കരിക്കും. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 331 പുതിയ കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 5 കൊറോണ മരണങ്ങളും 351 പേർക്ക് രോഗമുക്തിയും ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തി. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 331 പുതിയ കൊറോണ വൈറസ് കേസുകളും 5 മരണങ്ങളും 351 രോഗമുക്തിയും ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തി. പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്ത് സ്ഥിരീകരിച്ച അണുബാധകളുടെ എണ്ണം 3,78,333 മരണം 6,510 രോഗമുക്തി 3,69,277 ഉയർന്നു. നിലവിലെ 2,546 സജീവ കേസുകളിൽ 501 ഗുരുതരമാണെന്നും മന്ത്രാലയം അറിയിച്ചു. ജനം, റിയാദ്. രാജ്യത്തുടനീളമുള്ള ഫാർമസികളിലൂടെ കൊറോണ വൈറസ് വാക്സിനുകൾ സൗജന്യമായി നൽകുമെന്ന് സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ പറഞ്ഞു. വാക്സിനേഷൻ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. രാജ്യത്തുടനീളമുള്ള ഫാർമസികളിലൂടെ കൊറോണ വൈറസ് വാക്സിനുകൾ സൗജന്യമായി നൽകുമെന്ന് സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ പറഞ്ഞു. വാക്സിനേഷൻ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ഡിസംബറിൽ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചതിനു ശേഷം 100-ലധികം വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് രാജ്യത്തുടനീളം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. റിയാദ്, മക്ക, മദീന, ആഭ എന്നിവിടങ്ങളിൽ ഡ്രൈവ് ത്രൂ വാക്സിൻ സെന്ററുകളും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ സൗദി അറേബ്യയിൽ 16 അല്ലെങ്കിൽ 18 വയസ്സ് മുതൽ ഉള്ളവർക്ക് വാക്സിനേഷൻ ഉപയോഗിക്കുന്നതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഗർഭിണികൾക്കും കുട്ടികൾക്കും കൊറോണ വൈറസ് വാക്സിൻ സ്വീകരിക്കാൻ സൗദിയിൽ അനുമതി നൽകിയിട്ടില്ല. കനകലാൽ, ജനം, റിയാദ്. കുവൈറ്റിൽ കൊറോണ വൈറസ് വ്യാപന നിരക്കിൽ വൻ വർധന. ഇന്ന് പുതിയതായി 1409 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു.
കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 10,554 പേരിൽ പരിശോധന നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലിരുന്ന 5 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 1097 ഉയർന്നു. 1077 പേർ ഇന്ന് രോഗം ഭേദമായി ആശുപത്രി വിട്ടു. നിലവിൽ ചികിത്സയിൽ തുടരുന്ന 11,488 പേരിൽ 162 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കോവിഷീൽഡ് വാക്സിന് ഇന്ത്യക്ക് നന്ദി അറിയിച്ച കാനഡ. പൂനെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് വികസിപ്പിച്ച വാക്സിന്റെ 20 ദശലക്ഷം ഡോസാണ് കാനഡയ്ക്ക് ഇന്ത്യ നൽകുക. കവിത മേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ആസ്ട്രാസെനക്ക വാക്സിൻ നാളെ കാനഡയിലെത്തും. ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തി കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ. ഡിസംബർ 2020 പകുതിയോടെയാണ് കാനഡയുടെ വാക്സിനേഷൻ യജ്ഞം ആരംഭിച്ചത്. തുടങ്ങിയ അതേ വേഗതയോടെ തന്നെ മന്ദഗതിയിലായതും പിന്നീട് ജനുവരിയിൽ ഫൈസറും മോഡേണയും വാക്സിൻ കയറ്റുമതി വൈകിപ്പോകുമെന്നറിയിച്ചതോടെ വാക്സിൻ വിതരണം പൂർണ്ണമായും സ്തംഭിച്ച സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. വാക്സിനേഷൻ വൈകും തോറും രാജ്യത്തിന്റെ സാമ്പത്തിക നില വീണ്ടെടുക്കാൻ സമയമെടുക്കും എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ അതിതീക്ഷ്ണമായ രീതിയിൽ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിനെ വിമർശിച്ചു. തുടർന്ന് രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊടുവിലാണ് ജസ്റ്റിൻ ട്രൂഡോ മോദിജിയോട് കാനഡയുടെ വാക്സിനേഷൻ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ഒടുവിൽ 2 ദശലക്ഷം വാക്സിൻ അനുവദിച്ചു നൽകാമെന്ന് ഇന്ത്യയിൽ നിന്നും വിവരം ലഭിച്ചതോടെ പ്രതീക്ഷ വീണ്ടെടുത്തു കനേഡിയൻ സർക്കാർ. ഇന്ത്യയിൽ നിന്നും നാളെ 5 ലക്ഷം ഡോസ് കാനഡയിലെത്തുമെന്നും ശേഷം 1.5 ദശലക്ഷം ഡോസ് മെയ് മാസത്തോടെ എത്തുമെന്നുമാണ് MP ചന്ദ്ര ആര്യ അറിയിച്ചിരിക്കുന്നത്. വസുദേവ കുടുംബകം എന്ന തത്വം മുറുകെ പിടിക്കുന്ന ഇന്ത്യയോടും മോദിജിയോടും കാനഡയെ സ്വന്തം കുടുംബമായി കണ്ടതിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തി കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ. ജനം ടിവിക്ക് വേണ്ടി കാനഡയിലെ ഓട്ടാവയിൽ നിന്നും കവിത മേനോൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രവാസികളുടെ പ്രതികരണമാണ് ഇനി. പ്രതീക്ഷകളും ആശങ്കകളും പ്രവാസികൾ പങ്കുവയ്ക്കുകയാണ് പ്രവാസി ശബ്ദത്തിലൂടെ. സൗദിയിൽ നിന്നും ഷിബു തിരുവനന്തപുരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലത്തോളം കേരളത്തിന്റെ സമഗ്ര മേഖലയിലും വികസനത്തിന്റെ പുത്തൻ പാത വെട്ടിത്തുറന്നുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തുടർഭരണം തീർച്ചയായിട്ടും ഈ സർക്കാരിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതൊക്കെ തന്നെ പറയുമ്പോൾ പ്രവാസികളെ ഇത്രയും അധികം സംരക്ഷിച്ചിട്ടുള്ള, പ്രവാസികൾക്ക് ഇത്രയും അധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രവാസികളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പൂർണ്ണാർത്ഥത്തിൽ പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തന്നെ നിലവിൽ ക്ഷേമനിധി പെൻഷൻ 3500 ആയിട്ടുണ്ട്. അത് 5000 രൂപ ആക്കണമെന്നുള്ളതാണ് പ്രവാസി സംഘടനകളുടെ ആവശ്യം. അത് പൂർണ്ണാർത്ഥത്തിൽ അടുത്ത ഗവൺമെന്റ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രവാസി ശബ്ദത്തിൽ ഇനി അശ്വിൻ കുമാർ ബഹ്റൈൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ടെന്യൂറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ജനങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെ പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വർഷങ്ങളായി പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. പ്രവാസകാര്യ വകുപ്പ് എന്നുള്ള ഒരു വകുപ്പുണ്ട്. അതിലൊരുപാട് പേര് തൊഴിൽ ചെയ്യുന്നതായിട്ടും എനിക്കറിയാം. അതിലുപരിയായിട്ടും ഒന്നും അറിയില്ല. ആദ്യമായി ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിമാനം കൊണ്ടത് കേന്ദ്രത്തിൽ ശ്രീമതി സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രിയായി ചുമതലയേറ്റപ്പോഴാണ്. ഈ കാരണങ്ങളെ കൊണ്ട് ഒക്കെ തന്നെയും ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളോട് പ്രതിബദ്ധതയും ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്യുകയും സത്യസന്ധത മുതൽക്കൂട്ടായിട്ടുള്ള ഒരു പുതിയ നേതൃത്വം കേരളത്തിൽ ഉടലെടുക്കുമെന്ന് തന്നെയാണ്. വീണ്ടും മറ്റു വാർത്തകളിലേക്ക്. കൊറോണ രോഗബാധിതരായ 16 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ UAE-യിൽ മരിച്ചു. ദുബായിൽ കൊറോണ പ്രതിരോധ വാക്സിനേഷൻ വ്യാപിപ്പിച്ചു. 9 വിഭാഗം സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അജ്മാനിൽ വാരാന്ത്യ കൊറോണ പരിശോധന നിർബന്ധമാക്കി. UAE-യിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2892 പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1589 പേർ രോഗമുക്തരായി.
16 കൊറോണ മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതുവരെ UAE-യിൽ 3,99,463 പേർക്കാണ് കൊറോണ സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതിൽ 3,85,587 പേരും ഇതിനോടകം രോഗമുക്തരായി. ആകെ 1,269 മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിലവിൽ 12,607 കൊറോണ രോഗികൾ UAE-യിലുണ്ട്. 3,12,00,000-ലധികമാണ് രാജ്യത്ത് ഇതുവരെ നടത്തിയ കൊറോണ പരിശോധനകളുടെ എണ്ണം. ദുബായ് വിസയുള്ള 40 വയസ്സ് കഴിഞ്ഞവർക്കും വാക്സിൻ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടാതെ മറ്റ് എമിറേറ്റുകളിൽ നിന്നുള്ള പ്രത്യേക വിഭാഗക്കാർക്കും ഗൾഫ് രാജ്യക്കാർക്കും വാക്സിൻ നൽകും. നിലവിൽ 60 കഴിഞ്ഞവർക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. 9 വിഭാഗ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അജ്മാനിൽ വാരാന്ത്യ കൊറോണ പരിശോധന നിർബന്ധമാക്കി. റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്, സ്പോർട്സ് ഹാൾ, സലൂൺ, ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസ്, ഭക്ഷ്യ ഇറച്ചി വിതരണ കമ്പനി, കാർ വാഷ് എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ് ആഴ്ചതോറും PCR ടെസ്റ്റ് എടുക്കേണ്ടത്. കൊറോണ വാക്സിൻ 2 ഡോസും എടുത്തവരെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അജ്മാൻ അത്യാഹിത ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. ജനം, ദുബായ്. സംസ്ഥാനത്ത് ഇന്ന് 2,765 പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 4.64% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 15 പേർ കൂടി കൊറോണ ബാധിച്ച് മരിച്ചു. നിലവിൽ 45,995 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,646 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 2,765 പേരിലാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് രോഗബാധിതർ അധികവും, കുറവ് വയനാട് ജില്ലയിലും. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 70 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,493 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 181 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 21 ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരായി. ഇതോടെ 45,995 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണങ്ങൾ കൊറോണ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ കൊറോണ മൂലം മരണപ്പെട്ടവരുടെ എണ്ണം 4,241 ആയി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,031 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,98,672 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും പ്രഖ്യാപിച്ചില്ല. നിലവിലാകെ 358 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ജനം, തിരുവനന്തപുരം. പൊതുജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് AIADMK മുൻ ജനറൽ സെക്രട്ടറി VK ശശികല. ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ലെന്ന് ശശികല വാർത്താക്കുറിപ്പിലൂടെയാണ് അറിയിച്ചത്. അധികാരമോ പാർട്ടി പദവിയോ ആഗ്രഹിച്ചിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ DMKയുടെ തോൽവി ഉറപ്പാക്കാൻ അണികളോട് ജയലളിതയുടെ തോഴി ആഹ്വാനം ചെയ്തു. അമ്മയുടെ സുവർണ ഭരണം വീണ്ടും വരാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ മക്കൾ മുന്നേറ്റ കഴകം പ്രസിഡന്റാണ് നിലവിൽ ശശികല. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 4 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ശശികല പുറത്തിറങ്ങിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവ ബലി ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. താന്ത്രിക ചടങ്ങുകളിൽ ഏറ്റവും സങ്കീർണമായതും ദൈർഘ്യമേറിയതുമായ ഉത്സവ ബലിയാണ് പരിമിതമായ ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി പര്യവസാനിച്ചത്. ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവ ബലി. ക്ഷേത്രത്തിനകത്തേക്ക് അനുമതി ലഭിച്ച ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന ഉത്സവ ബലി ചടങ്ങ് ദർശിക്കാൻ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഗോപുരനടയിലും ഭക്തർ സന്നിഹിതരായിരുന്നു. നാളെ ക്ഷേത്രത്തിൽ പള്ളിവേട്ട നടക്കും. വെള്ളിയാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും. വിജിലൻസ് കേസിന് പിന്നാലെ VK ഇബ്രാഹിം കുഞ്ഞ് MLA കീടിയുടെയും നോട്ടീസ്. പാലാരിവട്ടം പാലം അഴിമതിയിലും ചന്ദ്രികാ ദിനപത്രത്തിന്റെ അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ച സംഭവത്തിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഈ മാസം 22-ന് കൊച്ചി ഓഫീസിൽ ഹാജരാക്കണം. പാലാരിവട്ടം പാലം നിർമ്മാണം RDS കമ്പനിക്ക് ലഭിക്കാൻ ടെൻഡറിൽ ക്രമക്കേട് കാട്ടി ചട്ടം മറികടന്ന് ഈ കമ്പനിക്ക് 8.25 കോടി രൂപ മുൻകൂർ നൽകി പലിശ ഈടാക്കിയില്ല എന്നിവയാണ് മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ. നോട്ട് നിരോധനത്തിന് പിന്നാലെ ചന്ദ്രികാ ദിനപത്രത്തിന്റെ അക്കൗണ്ടിലൂടെ 10 കോടി രൂപ വെളുപ്പിച്ചെന്ന ആരോപണവും ED അന്വേഷണ വിധേയമാക്കുകയാണ്. ഈ പണം നികുതി അടയ്ക്കാത്ത പണമാണെന്ന് ഇബ്രാഹിം കുഞ്ഞ് വിജിലൻസിനോട് സമ്മതിച്ചിരുന്നു. പാലാരിവട്ടം പാലം അഴിമതിയിലെ കോഴപ്പണമാണ് ഇതെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. കിഫ്ബി CEO KM എബ്രഹാമിന് EDയുടെ നോട്ടീസ്. മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് നിർദ്ദേശിച്ചാണ് നോട്ടീസ്. കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ ഫണ്ട് സ്വീകരിച്ച കേസിലാണ് ചോദ്യം ചെയ്യൽ. കിഫ്ബി ഇടപാടുകൾ നടക്കുന്ന ആക്സിസ് ബാങ്ക് അധികൃതരോടും ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ അനധികൃത പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ അന്വേഷണങ്ങൾ നടന്നുവരവെയാണ് കിഫ്ബി ഇടപാടുകളിലേക്കും ED അന്വേഷണം നീളുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചതിനാണ്
കിഫ്ബിക്കെതിരെ ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കിഫ്ബി CEO KM എബ്രഹാം, ഡെപ്യൂട്ടി CEO എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ED നോട്ടീസ് നൽകിയിരുന്നു. ഇടപാടുകൾ സംബന്ധിച്ച രേഖകളുമായി ഈ മാസം 5-ന് ഹാജരാകാനാണ് നിർദ്ദേശം. കിഫ്ബി കൂടാതെ കിഫ്ബിയുടെ ഇടപാടുകൾ നടക്കുന്ന ആക്സിസ് ബാങ്കിനും ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. ബാങ്കിന്റെ ഹോൾസെയിൽ ബാങ്കിംഗ് എക്സിക്യൂട്ടീവ് ഹെഡിനാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ പദ്ധതികളിലെ അന്വേഷണങ്ങൾക്ക് പുറമെ കിഫ്ബിയിലേക്കും അന്വേഷണം എത്തിയത് സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ജനം, കൊച്ചി. ഇടത് സഹയാത്രികനും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ റൂബിൻ ഡിക്രൂസിനെതിരെ ലൈംഗികാതിക്രമ പരാതി. പരാതിയിൽ ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡൽഹിയിൽ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് അസിസ്റ്റന്റ് ജനറൽ മാനേജറായി പ്രവർത്തിക്കുന്ന യുവതിയാണ് പരാതിക്കാരി. 2020 ഒക്ടോബർ 2-ന് റൂബിൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു. വാടക വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. ഡൽഹി വസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത്. ദുരനുഭവം ഫേസ്ബുക്കിലൂടെയും യുവതി തുറന്നു പറഞ്ഞു. ഇടത് പുരോഗമന മുഖം മൂടിയിട്ട മനുഷ്യാവകാശങ്ങളെയും തുല്യനീതിയെയുമൊക്കെ പറ്റി ഫേസ്ബുക്ക് വിപ്ലവം നടത്തുന്ന മനുഷ്യരുടെ യഥാർത്ഥ മുഖം കാണേണ്ടി വന്നുവെന്ന് യുവതി ഫേസ്ബുക്കിൽ കുറിച്ചു. പൊതുസുഹൃത്തുക്കളും ഫേസ്ബുക്കും വഴിയുള്ള സൗഹൃദത്തിന്റെ പേരിൽ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ച പുരോഗമനവാദി കുറച്ചുനേരത്തെ സൗഹൃദ സംഭാഷണത്തിന് ശേഷം തനിനിറം കാണിച്ചു. ശാരീരികമായി വയലേറ്റ് ചെയ്യപ്പെടുന്നത് പൊതുവെ സ്ട്രോങ് ആയ മനുഷ്യരെ പോലും എങ്ങനെ തളർത്തുന്നുവെന്ന് പിന്നീടുള്ള ദിവസങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി. ഇതുപോലൊരുത്തനെ വെറുതെ വിടുന്നത് സഹജീവികളോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് കരുതുന്നതായും യുവതി ഫേസ്ബുക്കിൽ കുറിച്ചു. പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ റൂബിനിൽ നിന്ന് സമാനമായ പെരുമാറ്റത്തിന് വിധേയരായ പല സ്ത്രീകളോടും സംസാരിച്ചു. പല കാരണങ്ങളാൽ പ്രതികരിക്കാൻ കഴിയാതിരുന്നവർ, അവരുടെ അനുഭവങ്ങൾ ഈ യാത്രയിൽ എനിക്ക് കൂട്ടിനുണ്ട് എന്ന് പറഞ്ഞാണ് യുവതി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ജനം, കോഴിക്കോട്. അങ്കത്തട്ടുണർന്നു. ദിസ് ന്യൂസ് ഷോ ക്രെഡിറ്റ്സ്. കല്യാൺ ജുവലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. ചങ്ങനാശ്ശേരി സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം രൂക്ഷമായി. CPIക്ക് പുറമെ ജോസ് കെ മാണിയും ജനാധിപത്യ കേരള കോൺഗ്രസും ചങ്ങനാശ്ശേരിക്ക് അവകാശവാദവുമായി രംഗത്തുണ്ട്. കാഞ്ഞിരപ്പള്ളി നൽകിയാൽ പകരം ചങ്ങനാശ്ശേരി വേണം എന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. സിറ്റിംഗ് സീറ്റുകൾ വേണമെന്ന നിലപാട് ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിലും ജോസ് കെ മാണി ആവർത്തിച്ചു. കാഞ്ഞിരപ്പള്ളിയുടെ കാര്യത്തിൽ CPIക്ക് കടുംപിടുത്തമില്ല. കാഞ്ഞിരപ്പള്ളി സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകാൻ CPI സന്നദ്ധത അറിയിച്ചു. എന്നാൽ പകരം ചങ്ങനാശ്ശേരി സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല. ഈ സീറ്റ് കേരള കോൺഗ്രസിന് നൽകാനാണ് CPM ആലോചിക്കുന്നത്. പക്ഷേ CPI വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കാഞ്ഞിരപ്പള്ളി വിട്ടു നൽകുന്നതോടെ കോട്ടയം ജില്ലയിൽ CPI ഒരു സീറ്റിലേക്ക് ചുരുങ്ങും. ജോസ് കെ മാണിയുടെ പാർട്ടി കൂടി മുന്നണിയുടെ ഭാഗമായ സാഹചര്യത്തിൽ ജില്ലയിൽ ഒരു സീറ്റിൽ ഒതുങ്ങാൻ CPI തയ്യാറല്ല. അതിനാൽ തന്നെയാണ് CPI നിലപാട് ഘടിപ്പിക്കുന്നത്. ഇരിക്കൂർ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാണെങ്കിലും പകരം സീറ്റിന് CPIക്ക് കടുംപിടുത്തമില്ല. ഇരിക്കൂറിന് പകരം കണ്ണൂർ സീറ്റ് ലഭ്യമാകുമോ എന്നും CPI ആരാഞ്ഞിട്ടുണ്ട്. അതേസമയം കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി ഉൾപ്പെടെ കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ വേണമെന്ന നിലപാട് ജോസ് കെ മാണി CPMുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ഇന്നും ആവർത്തിച്ചു. ചർച്ചയിൽ സംതൃപ്തരാണെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ആ സീറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ദീർഘമായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ടൊക്കെ ഒരു രൂപത്തിലേക്ക് വരുന്നു. അതേക്കാലം ഒരു ഘട്ടം കൂടെ ചർച്ചയിലേക്ക് വേണ്ടി വരും. എന്തായാലും ഈ സീറ്റ് ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംതൃപ്തരാണ്. ചങ്ങനാശ്ശേരിക്ക് വേണ്ടി ജനാധിപത്യ കേരള കോൺഗ്രസും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന് പുറമെ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഒരു സീറ്റ് കൂടി വേണമെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആവശ്യം. ഈ ആവശ്യം CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ച നാളെയും തുടരും. ജനം, തിരുവനന്തപുരം. പ്രവാസി നേരം പൂർണ്ണമാവുകയാണ്.